ഹായ്. ഇപ്പം കേരളത്തിൽ നല്ല മഴയാണ്. കേരളത്തിൽ മാത്രമല്ല, ബോംബെയിലും ഒക്കെ നല്ല മഴയാണ്. ഇവിടെ ഞാൻ ഇന്നലെയും ബോംബെയിൽ ഇപ്പോൾ 24 മണിക്കൂറായി മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ട് തോർന്നിട്ടില്ല. ഇപ്പോഴും ഉണ്ട്, കനത്ത മഴയുണ്ടെന്ന്. എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ നല്ല വെള്ളക്കെട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ പനിയൊക്കെ വന്ന് പെട്ടെന്ന് മഴക്കാലം വന്ന് അസുഖങ്ങൾ ഒത്തിരി വരും. പിന്നെ പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചോളം തൊട്ടതിനും പിടിച്ചതിനൊക്കെ അസുഖങ്ങൾ വരും. ഡോക്ടർമാരെ കാണും. പക്ഷേ ഡോക്ടർമാരെ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചുറ്റുപാട് തന്നെ ആയുർവേദ സസ്യങ്ങളുണ്ട്. അതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കൂടെ? ഇംഗ്ലീഷ് മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഒത്തിരി ഉണ്ട്. പക്ഷേ ആയുർവേദത്തിന് അതില്ലതാണ്. നമ്മുടെ ചുറ്റുപാട് തന്നെ ഒത്തിരി സസ്യങ്ങളുണ്ട്. അത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പലരും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാനൊരു ചെടിയെ പരിചയപ്പെടുത്തി തരുവാണ്. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമാണ്. പലപ്പോഴും പല മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സസ്യം കൂടാണ്. ഞാൻ കാണിച്ചു തരാമേ. ഈ സസ്യത്തിൻ്റെ പേരാണ് പനിക്കൂർക്ക എന്ന് പറയും. ഇപ്പം എൻ്റെ വീടിൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ നിൽക്കുന്നത് അതെന്താ കാണുന്ന മഞ്ഞളാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ ഒരു പരിധി വരെ നമ്മുടെ എമർജൻസി മെഡിസിനായിട്ട് കൂട്ടാം. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ വരുന്ന പല അസുഖങ്ങൾക്കും കാരണത്തിൽ പരിഹാരമാണല്ലോ. അപ്പോൾ ഈ പനിക്കൂർക്കയുടെ ഗുണങ്ങൾ എന്താ പറഞ്ഞാൽ, പെട്ടെന്ന് പനി വന്നു കഴിഞ്ഞാൽ ഒരു ചൂടുവെള്ളത്തിനകത്ത് ഇതിട്ട് തിളപ്പിച്ച് നമുക്ക് ആവി പിടിക്കാം. നമ്മുടെ വിക്സിന് തുല്യമാണ്. അല്ലാതെ നമുക്കറിയാം പനിക്കൂർക്കയുടെ ഇലയ്ക്ക് നല്ലൊരു സ്മെല്ലുണ്ട്, നല്ലൊരു മണമുണ്ട്, സുഗന്ധമുണ്ട്. അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ വെള്ളം നമുക്ക് കുടിക്കാം. അതുപോലെ പനിക്കൂർക്കയുടെ മറ്റു സാധനം മഞ്ഞൾ, തുളസിയില, ഇതുപോലൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആവി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ പനിയൊക്കെ ജലദോഷമൊക്കെ ശമനം വരും. ഇപ്പോൾ ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഒത്തിരി സസ്യങ്ങളുണ്ട്. ഇതുപോലെ പ്രത്യേകിച്ച് കൊലിഞ്ചി, മഞ്ഞൾ, കാട്ടുമഞ്ഞളൊക്കെ ഏറ്റവും നല്ല ഗുണകരമാണ്. അതുപോലെ തന്നെ കാട്ടുചേമ്പെന്ന് നമ്മുടെ കേരളത്തിലെ ആൾക്കാരത് മിക്കവാറും കളയുന്ന കാട്ടുചേമ്പ് നമുക്കറിയാം. കാട്ടിലൊക്കെ വളരുന്ന ഒരു ചേമ്പുണ്ട്, പല ടൈപ്പുള്ള ചേമ്പുകളുണ്ട്. പക്ഷേ നമ്മൾ നാടൻ ചേമ്പേ ഉപയോഗിക്കാറുള്ളൂ. എങ്കിലും ആ കാട്ടുചേമ്പിൻ്റെ ഔഷധ ഗുണങ്ങൾ അതിൻ്റെ കിഴങ്ങിൽ ഒത്തിരി ഉണ്ട് കേട്ടോ. ഈ ബോംബെ നാട്ടിലൊക്കെ ഞാൻ കാട്ടുചേമ്പ് അതിൻ്റെ കിഴങ്ങ് കണ്ടിട്ട്, ഇലയോടുകൂടി കിഴങ്ങ് കണ്ടിട്ട് ഞാൻ അന്തം വിട്ട് പോയി. ഞാൻ ഒന്ന് പറയുകയും ചെയ്തു എൻ്റെ കൂട്ടുകാരോടൊക്കെ, ഇതൊക്കെ എൻ്റെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ റബ്ബർ തോട്ടത്തിനകത്ത് ഇഷ്ടംപോലെ നിൽക്കൊണ്ട് ഞങ്ങൾ കിളച്ച് കളയുവാണിത്. എന്നാലും പോവാതെ തീയിട്ട് ഇത് പുഴുങ്ങി നശിപ്പിച്ച് കളയുന്നത്. പക്ഷേ ഇവിടെ ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ ഈ കാട്ടുചേമ്പിൻ്റെ കിഴങ്ങിന് ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട്. അത് ഒരു പരിധി വരെ മെഡിസിനും കൂടാണ്. നമ്മുടെ ചുറ്റുപാടുള്ള ആ ചില സസ്യങ്ങൾ തന്നെ വീട്ടിൽ വളർത്തി നമുക്ക് എമർജൻസി മെഡിസിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മഴയ്ക്ക് മുമ്പുള്ള, മഴയ്ക്ക് ശേഷമുള്ള, അല്ലെങ്കിൽ മഴ സമയത്തുള്ള മുൻകരുതൽ. താങ്ക് യു.